എല്ലാവർക്കും ഒരു ഹായ്. പോയി കാണാൻ പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമി സീരീസിന്റെ എപ്പിസോഡ് 152 ഓക്കെ. പോയി എപ്പിസോഡിന്റെ ആദ്യം തന്നെ ഒരു വലിയ മരുഭൂമി പോലെ അവിടെ മുഴുവൻ സ്കെലിട്ടൺ മറ്റുമാണ്. കാരണം അതൊരു ടോംബാണല്ലോ. ഷിയോയെന്ന യൂണർ അവിടെ എത്തി. അവരുടെ ഉള്ള എനർജി അവിടെ ഉള്ള എനർജി പോലും ഗൂറിയമ്മിനേക്കാൾ സ്ട്രോങ് ആയിരുന്നു. അത് ഷിയോയൻ പറയുമ്പോൾ യൂണർ അതിന് ഇത് വളരെ വലുതാണ്. അതിന്റെ ഫസ്റ്റ് ലെയറിലാണ് അവരുള്ളത്. നമ്മൾ ഒരുപാട് ഡീപ്പായിട്ട് പോകുന്ന ഒരു ഡേഞ്ചർ കൂട്. പെട്ടെന്നൊരു സോൾ പോലെ ഒരു എനർജി ക്രീച്ചർ വന്ന് അറ്റാക്ക് അത് തടഞ്ഞു. ഇതാണ് എനർജി സോള്. ഇതിന് എനർജി സോൾ എന്നാണ് പറയുന്നത്. ഇതിനെ ഇല്ലാതാക്കി അതിൽ നിന്ന് മുൻപ് ചെയ്യുവാൻ കിട്ടിയതിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കാനായിട്ട് കഴിയും എന്ന് അതിനെ ഇല്ലാതാക്കി ഒരു സ്റ്റോൺ പോലെ ഒരു ക്രിസ്റ്റല് അത് കാണിച്ച് ഷിയുവിന് കൊടുക്കുന്ന അവനത് ബ്രേക്ക് ചെയ്ത് നോക്കി പറഞ്ഞതുപോലെ ശരിയായിരുന്നു. വിചാരിച്ചതുപോലെ ഒരുപാട് എനർജി ഒറ്റടിക്ക് കയറുന്നു. ഡൗക്കി പെട്ടെന്നാകുന്നത് കൊണ്ട് തന്നെ അവന്റെ ലെവൽ ഇതിലൂടെ ബ്രേക്ക് ചെയ്യാനും ഫസ്റ്റ് ലെയർ തന്നെ ബ്രേക്ക് ചെയ്യാനും കഴിയും. ഇതുപോലെ സെക്കൻഡ് ലെയർ തേർഡ് ലെയർ കൊണ്ട് ഓരോ ലെവലിൽ ഇതിനേക്കാൾ സ്ട്രോങ് ആയ എനർജി ക്രീച്ചേഴ്സ് ആണ് വരുന്നത്. ഇത് ടയർ 2 എനർജി സ്റ്റോൺ ആണ്. ഇതുപോലെ ടയർ 9 എനർജി സ്റ്റോൺ കിട്ടും. ചെയ്യുവാനെന്നാൽ നമുക്ക് കൂടുതൽ സ്ട്രോങ് ആകാൻ കൂടുതൽ ഡീപ്പിലേക്ക് പോകണം. ആർക്കാണ് കൂടുതൽ കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോയി അങ്ങോട്ട് ഹുന്നിയെയും ഹുല്ലി എന്ന ഹുൻക്ലാന്റെ രണ്ടുപേരും വന്നിട്ടുണ്ട്. അവരെ കൊല്ലാനുള്ള പ്ലാൻ അതുപോലെ എന്തോ ചെയ്യുന്നതും കാണാം. അത് കഴിഞ്ഞ് അവർ പിന്നെ ആ എനർജി സ്റ്റോൺസ് അത് എടുക്കുകയാണ്. ക്രീച്ചേഴ്സിനെല്ലാം കൊന്നിട്ട് ലെവൽ 1 ലെയർ 1 ഒരു ലിമിറ്റ് ഉണ്ട്. പെട്ടെന്ന് ലെയർ 2 പോകണം എന്ന് പറയുമ്പോൾ അവിടെയുള്ള ടയർ 6 എനർജി സ്റ്റോൺ അത് കാണിച്ചിട്ട് ലെവൽ ബ്രേക്ക് ചെയ്യാൻ ക്ലോസ് അല്ലേ. 1006 സ്റ്റാർ ബ്രേക്ക് ചെയ്ത് പോകാനായിട്ട് പറയുകയാണ്. അവന് ശരിയെന്ന പോലെ ആ എനർജി സ്റ്റോൺ അത് യൂസ് ചെയ്യുന്ന കൾട്ടിവേഷൻ ചെയ്യാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് അവള് രസിക്കുന്നു. അപ്പോഴാണ് അങ്ങോട്ട് ഹുൻക്ലാൻഡ് അവർ വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ഒളിച്ചിരിക്കാതെ പുറത്തു പോവാ. അവർ അങ്ങോട്ട് വരികയാണ്. പെട്ടെന്ന് ഒരു അറ്റാക്ക് അത് അവൾ തടഞ്ഞു. കൊള്ളാൻ ഡിവൈൻ ബ്ലഡ് ഉള്ള ആളുടെ ടാലന്റ് എനിക്കൊന്ന് കാണണം, എത്ര സ്ട്രോങ് ആണെന്ന് എന്നൊക്കെ പറഞ്ഞ് അവർ നിൽക്കുകയാണ്. അവർ രണ്ടുപേരും 1008 സ്റ്റാർ ആണ്. ചെയ്യുവനെ നോക്കിയിട്ട് അവളൊന്ന് സ്മൈൽ ചെയ്യുന്നു. ഹുല്ലിനോട് ആദ്യം ആ ഡിവൈൻ ബ്ലഡ് ഉള്ള ആളെ കൊല്ലണം. അതിന് അവൻ റെഡിയാണ്. ഡിവൈൻ ബ്ലഡ് ഇല്ലെങ്കിൽ ഗോകുലാന്റെ അവസ്ഥ എന്താകുമെന്ന് എനിക്ക് കാണണം. അത് കേട്ട് അവൾ എന്റെ സ്ട്രെങ്ത് അറിഞ്ഞിട്ട് തന്നെയാണ് അവൾ റെഡി. അവർ നേരെ വരുന്നു അറ്റാക്ക് ചെയ്യാനായിട്ട്. എന്നാൽ അവളുടെ ഫസ്റ്റ് മൂവ് പോലും വളരെയധികം ടെറിഫിക് ആയിരുന്നു. പിറകോട്ട് പോയി അവന്മാര് ആ 2008 സ്റ്റാർ ആയവര് അവൾ തന്നെ നോക്കിയ അവളുടെ സ്ട്രെങ്ത് അവരെക്കാൾ കൂടുതലാണ്. എനിക്ക് കൂടി രണ്ടുപേരെ തടയാൻ കാരണം അവളുടെ ഡിവൈൻ ബ്ലഡ് ആ പവറാണ് എന്നത് അവർക്ക് മനസ്സിലാക്കി. അവൾക്ക് നേരെ പിന്നെ അറ്റാക്ക് അതല്ല ഷീൽഡ് വെച്ച് തടയുന്നുണ്ട്. അവളെ കണ്ടതന്നെ മനസ്സിലാക്കുക ഇത് സീരിയസ് ആയിട്ടൊന്നും എടുക്കുന്നില്ലായിരുന്നു. അവളുടെ കയ്യിലുള്ള സ്റ്റിക്ക് അത് യൂസ് ചെയ്ത് തന്നെ അവരെ തടയുന്നു. ആ സ്കില്ല് തടയുകയാണ്. എന്നിട്ട് ടോട്ടലി ബ്രേക്ക് ആക്കി. എന്നുവെച്ചാൽ അവരോട് ഹുല്ലി നിങ്ങൾ രണ്ടുപേരും ഇവിടെ കിടന്ന് ചാവാനാണ് ആഗ്രഹിക്കുക, ഞാൻ സഹായിച്ചു തരാം. അതുകൊണ്ട് ഡിവൈൻ ബ്ലഡ് വളരെയധികം പവർഫുൾ ആണ്. എന്തൊരു പ്ലാൻ അത് നമ്മളെ കേൾപ്പിക്കുന്നില്ല. അവർ ചേർന്ന് അത് ചെയ്യാനായിട്ട് തുടങ്ങി. അവിടെ മുഴുവൻ ആ പർപ്പിൾ ബ്ലാക്ക് ഫോഗ് ആ സ്മോക്ക് പോലെ അതുകൊണ്ട് മറൈനേറ്റ് തുടങ്ങുകയാണ്. എന്നിട്ട് അവരുടെ ബ്ലഡ് അത് യൂസ് ചെയ്ത് 3 വലിയ രൂപം പോലെ ഉണ്ടാകുന്നുണ്ട്. പോയി ചാവ് എന്ന് പറഞ്ഞിട്ട് അത് അവൾക്ക് നേരെ വിടുന്നു. അത് അറ്റാക്കിന് വരുന്ന ടൈം യൂണറാകട്ടെ അവളുടെ സ്കില്ല് അത് ചിത്രശലവും പോലെ ആക്കിയിട്ട് അതിനെ നേരെ വിട്ടു. അതിൽ പറ്റി പിടിച്ചിരിക്കുന്നത് പോലെ ആ പവേഴ്സ് എല്ലാം കൺട്രോളാക്കി. ഇതാണോ നിന്റെ ഏറ്റവും വലിയ സ്കില്ല്, നീക്കെന്നാ ചാവെന്ന് പറഞ്ഞിട്ട് അത് എക്സ്പ്ലോഡ് ആക്കി. അതോടെ ആ വലിയ സ്കില്ല് തന്നെ ഇല്ലാതാക്കിയാണ്. എന്നിട്ട് ശിവനെ നോക്കുന്നുണ്ട്. അവൾ സ്മൈലി. അതെല്ലാം മാറുമ്പോൾ ഹുന്യ ഞാൻ നിന്നെ ഒന്ന് ശ്രദ്ധ മാറ്റാനാണ് നോക്കിയേ നമ്മുടെ പ്ലാൻ എന്നത് എന്ന് പറയുമ്പോഴാണ് ശിവനെ നേരെ ഹുല്ലിന്റെ അറ്റാക്ക്. അത് പെട്ടെന്നായിരുന്നു. എന്നാ യൂണർ കണ്ടിട്ട് ചിരിക്കുന്നുണ്ട്. നീ എന്താ കരുതി എനിക്കറിയില്ലെന്നോ. സത്യത്തിൽ ശിവൻ അവർ വന്ന സ്റ്റാർട്ടിങ് മനസ്സിലാക്കി വെയിറ്റ് ചെയ്യുകയായിരുന്നു. അതാണ് യൂണർ കണ്ട് സ്മൈൽ ചെയ്ത്. ശിവൻ അവൻ്റെ ഫസ്റ്റ് മൂവ് ക്രിയേറ്റ് ക്രീച്ച പാമ്പ് അത് ടെക്നിക്ക് അത് യൂസ് ചെയ്യുന്നുണ്ട്. എന്ത് സ്കൈ ലെവൽ ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ട് അവ മാറിപ്പോവാനായിട്ട് നോക്കിയെന്നാ ശിവന്റെ ഉള്ളത് ഒരു പവർഫുൾ ആയ ഒരു സ്കില്ല് തന്നെയായിരുന്നു. ശിവന്റെ അറ്റാക്ക് ഹുല്ലിന്റെ പല സ്കില്ലുകൾ പോലും ഇല്ലാതാക്കി പയ്യെ വലിച്ചെടുക്കാനായിട്ട് തുടങ്ങി. എന്നിട്ട് അവസാനം അത് സ്കില്ല് ബ്രേക്കാക്കി. അതോടെ ഒരു വലിയ എക്സ്പ്ലോഷൻ വന്ന് അത് പൊട്ടിത്തെറിയുകയുണ്ടായി. അവ തെറിച്ചു പോകുന്ന സമയം യൂണർ വന്ന അറ്റാക്ക് കണ്ടപടെ ഹുന്യ സോൾ ചെയിൻ യൂസ് ചെയ്ത് പിടിച്ചു വലിച്ചു വന്ന യൂണറിന്റെ സ്കില്ല് അവന്റെ കയ്യിൽ ഡാമേജ് ആക്കി. അത് സോൾ പ്യൂർ ആക്കുന്നതായിരുന്നു. ഈ രശിയും കഴിയിലെ കൈ മുറുകി. അപ്പോൾ തന്നെ അവൻ മുറിച്ചു. ഇപ്പൊ നീ ജയിച്ചു അടുത്ത തവണ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് പോയി. ശിവന്റെ അടുത്തേക്ക് അവൾ വന്നിട്ട് ഓക്കെ ഇല്ലെന്നൊക്കെ ചെയ്യുമ്പോൾ 1006 സ്റ്റാർ ആ ബ്രേക്കായി. ആ ടൈമിൽ തന്നെ സ്കൈ ലെവൽ ടെക്നിക്ക് യൂസ് ചെയ്ത് അതുകൊണ്ട് തന്നെ കുറച്ച് റെസ്റ്റ് എടുക്കേണ്ടി വരും. യൂണർ അവരെ നെക്സ്റ്റ് ആയി കൊല്ലു എന്നൊക്കെയാണ് പറയുന്നത്. അവർ ആൾറെഡി 8 സ്റ്റാർ 1000 ആണ്. ഹുൻക്ല വളരെ ഡീപ്പാണ്. യൂണർ എന്ന ചെയ്യാൻ ഒരു 1000 ഏറിയ ഉറപ്പായും ബ്രേക്ക് ചെയ്യാൻ കഴിയും എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് അടുത്ത ലെയറിലേക്ക് പോവുകയാണ്. അതിനുശേഷം സെക്കൻഡ് ലെയർ അങ്ങോട്ട് എത്തി. അവിടെയുള്ള പ്രഷർ വളരെ സ്ട്രോങ് ആണ്. 1006 സ്റ്റാർ ആയതുകൊണ്ട് തന്നെ അവന് കുഴപ്പമില്ല. അല്ലായിരുന്നെങ്കിൽ പണിയായനെ. പെട്ടെന്നൊരു അറ്റാക്ക് ആ എനർജി ക്രീച്ചേഴ്സ് ആയിരുന്നു. ഒരുപാടെണ്ണം മനഃപൂർവ്വം ആരോ ഇങ്ങോട്ട് വരുത്തിയതുപോലെ അത് അവന്മാരാണ് എങ്കിലും ഇതിനെ നേരിടാം എന്ന് പറഞ്ഞ റെഡിയായി. മറ്റൊരു സൈഡിൽ ഹുന്നി അവരെ കൈ ശരിയാക്കാണ്. ഹുന്യ ശിവൻ യൂണർ സെക്കൻഡ് ലെയറിലെത്തി. ഞാൻ വെച്ചത്
അധികം നേരം നിൽക്കില്ല. ഹുല്ലി അതിന് അവരെ എനിക്ക് കൊല്ലണം, അവൻ്റെ പരിക്ക് ആദ്യം ശരിയാകട്ടെ, ഇല്ലെങ്കിൽ അവർ ചേർന്ന് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവനോക്കെ തേർഡ് ലെയറിൽ ഉറപ്പായി ഞാൻ അവരെ കൊല്ലും എന്ന് വാശി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. ശിവൻ അതിനെ ഡീൽ ചെയ്ത് തേർഡ് ലെയറിലോട്ട്. ഇനി അങ്ങോട്ടാണ്. ഇനി എന്താ, അവരാണ് അത് തുടങ്ങി വെച്ചത്. ഇത് നമ്മൾ തന്നെ അങ്ങ് അവസാനിപ്പിച്ചേക്കാം എന്ന് പറഞ്ഞു പോവാണ്. അതിനുശേഷം 10 ദിവസം കഴിഞ്ഞ് എൻട്രൻസിലേക്ക് എത്തി ഒരുപാട് ഈസ്റ്റർ ഡൗസും ക്രീച്ചേഴ്സിനെ അവർ ഡീൽ ചെയ്തു. ഇനി ഒരുപാട് എണ്ണം വരും. അതുകൂടാതെ ഹുൻക്ലാനില്ല, അവർ തേർഡ് ലെയറിലേക്ക് എത്താനുള്ള ടൈമായി. അവർ റിക്കവർ ആയിട്ടുണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് ഒരു അറ്റാക്ക്. നോക്കുമ്പോണ്ട് 9 സ്റ്റാർ എനർജി ക്രീച്ചർ. നീയൊക്കെ ആരാണ് എൻ്റെ ഡൊമൈനിലേക്ക് വരാൻ എന്ത് ധൈര്യമുണ്ട്? യോണർ കണ്ടിട്ട് 9 സ്റ്റാർ ആണല്ലോ, നമുക്ക് ഒരുമിച്ച് ഡീൽ ചെയ്യാം. ശിവനതിന് എൻ്റെ ഇപ്പോൾ തന്നെ ഒരുപാട് കളക്ട് ചെയ്ത എനർജി സ്റ്റോൺസ് ഉണ്ട്. അത് വെച്ച് തന്നെ എനിക്ക് ഒരുപാട് ടൗക്ക് ഒപ്പിക്കാൻ കഴിയും. ഇത് നിനക്ക് ഞാൻ തരുന്ന ഗിഫ്റ്റാണ്, ഇത് നിനക്കായിരിക്കും വളരെ ഉപകാരം. അവൾ ഓക്കെ എന്ന രീതിയിൽ. നീയൊക്കെ എന്താണ് എന്നെ മൈൻഡ് ആകുന്നില്ല എന്നാ എനർജി ക്രീച്ചർ. ഇനി വായോ എന്ന് ശിവൻ അത് അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നു. അവർ മാറി. പിന്നെ അങ്ങോട്ട് അവർ ചേർന്ന് അറ്റാക്ക് ചെയ്യുകയാണ്. ആദ്യം മിസ്സായി പോകുന്നു, പിന്നെ തിരിച്ചു കൊടുക്കുന്നു, സ്ട്രൈക്ക് കൊടുക്കുന്നു, റൂളർ യൂസ് ചെയ്ത അറ്റാക്ക്. അങ്ങനെ കുറച്ചു നേരം അങ്ങനെ അറ്റാക്ക് പോവുകയാണ്. യൂണർ നിന്ന് അതിൽ കിട്ടുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് യൂണർ ശിവനോട് ഇത് 9 സ്റ്റാർ ആണ്, എങ്കിൽ കൂടി ലോ ലെവൽ ഇൻ്റലിജൻ്റ് ഉള്ളൂ, ബ്രൂട്ടൽ അറ്റാക്കാണ് കൂടുതൽ, എങ്കിൽ കൂടി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്, എന്നാൽ പെട്ടെന്ന് തന്നെ തീർക്കാം എന്ന് പറഞ്ഞ് ചെന്ന് പിന്നെ ഫൈറ്റ് അതൊരു അൾട്ടിമേറ്റ് സ്കിൽ ഉപയോഗിക്കുകയാണ്. ശിവൻ അതിന് എതിർക്കാനായിട്ട് അൾട്ടിമേറ്റ് ക്രോസ് അത് വിട്ട് തടയുകയാണ്. അതിൽ പിറകോട്ടായ ടൈം യൂണറിൽ അറ്റാക്ക്. അതോടെ അതിനെ കൊല്ലുന്നുണ്ട്. അതിൽ നിന്ന് വന്ന സ്റ്റോൺ അവൾ എടുക്കുവാണ്. ശിവൻ എന്തോ പറയാൻ വന്നത് പെട്ടെന്ന് ഹുല്ലി പിറകെ കൂടി വന്ന് കുത്തിയിറക്കി. നീ നോക്കണ്ടേ എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ്. എന്നാൽ ശിവൻ തിരിച്ച് ചിരിക്കുകയാണ്. അത് ഇലൂഷർ പൊടിയായിരുന്നു. ഫൂളാക്കി യൂണർ അവരോട് ശിവൻ പറഞ്ഞിരുന്നു, ഒരു 9 സ്റ്റാർ ക്രീച്ചർ ഉണ്ടായിട്ടും നിങ്ങളതിനെ എടുക്കാതെ പോകുന്നത് എങ്ങനെയാണ് എന്ന്. ശിവൻ മറ്റേ സൈഡിൽ നിൽക്കുന്നുണ്ട്. അവർ ചെയ്ത പ്ലാൻ എന്ന് കരുതി. എന്നാൽ ഇത് ശിവൻ വെച്ച പ്ലാനായിരുന്നു. ഞങ്ങളെ കൊല്ലാൻ കഴിയുമെന്നാണ്, അതിനിപ്പോൾ എന്താ എന്ന് അവനും അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെയാണ് അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.